എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ആണ്. ക്രിസ്മസ് നാളിൽ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാചക രീതിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ബീഫ് സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 8 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് കുറച്ച് മസാലകൾ ഒന്ന് ചതച്ചെടുക്കണം. 1/4 ടീസ്പൂൺ അളവിലെ കുരുമുളകും ഒരു 10-12 ഏലക്കയും 6 ഗ്രാമ്പൂവും ഒരു ചെറിയ തക്കോലവും 2 കഷ്ണം കറുവപ്പട്ടയുമാണ് നമുക്ക് വേണ്ടത്. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള ബീഫിലേക്ക് നമ്മൾ കാണിച്ച മസാല ഒരു ഇടികളിൽ വെച്ച് ചതച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നേരം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബീഫിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് കുക്കർ മൂടി ഒരു 6-7 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 7 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാൻ ഈ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളതും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സ്റ്റൂ തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ അളവിലൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1.5 സ്പൂൺ അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 കഷ്ണം കറുവപ്പട്ടയും 6 ഏലക്കയും 3 ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാല നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. മസാലകൾ നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് കട്ട് ചെയ്തത് ചേർക്കേണ്ടത്. വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ അധികം മൊരിയാതെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവാളയാണ് നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. വീണ്ടും നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. സവാളയുടെ കളർ ഒന്നും നഷ്ടപ്പെടാതെ വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. വഴറ്റുന്ന സവാള സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കേണ്ടത്. ഇനി ബീഫും സവാളയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ബീഫ് വേവിച്ച കുക്കറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ബീഫും കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ കഷ്ണങ്ങൾ ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ബീഫിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ ഉണ്ടായിരുന്ന വെള്ളവും ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ പാലിൽ കലക്കി ചേർക്കാറുണ്ട്. ആ ഒരു കോൺഫ്ലോർ ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൽ നിന്നും 1/2 ലിറ്റർ 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലോറിന്റെ അളവൊന്നും കൂടി പോരുത്, ഇത്രയും തന്നെ ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം. നാളികേര പാലിൽ കിടന്ന ബീഫ് ഒന്നും കൂടെ തിളച്ചു വരുമ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്നുകൂടെ വെന്ത്
നമ്മുടെ ഈ ഒരു സ്റ്റൂ ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വരും. ആ ഒരു പരുവം വരെ മാത്രം നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ സ്റ്റൂ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് കുറുകിയ പാകത്തിലേക്കാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 പാലാണ്. നമ്മളിതുപോലെ സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ സ്റ്റൂവിൻ്റെ രുചി കൂട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന പാല് നല്ല കട്ടിയായിട്ടുള്ളതായിരിക്കണം. ഇനി നമ്മുടെ സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് ഒരു 50 ഗ്രാം അളവിലെ കാഷ്യൂസ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 1 പാലിൽ അരച്ചാണ് ഈ ഒരു സ്റ്റൂവിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ കാഷ്യൂ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 300 മില്ലി അളവിലാണ് 1 പാല് ചേർക്കുന്നതും. അങ്ങനെ കാഷ്യൂസും 1 പാലും കൂടെ അടിച്ച പേസ്റ്റ് കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. നമ്മൾ എടുത്തിട്ടുള്ളത് ഓട്ടുരുളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പാല് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കഷ്ണങ്ങളും ബീഫും എല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പാനിന്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ കറി നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും. പാല് തിളച്ചു പോവാതിരിക്കാനും വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റൂവിന്റെ പാചകമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു പാകത്തിനാണ് നമുക്ക് ഈ സ്റ്റൂ തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റൂ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാം. 1/2 സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ആണ്. ഈ ഒരു മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെയും കാറ്ററിംഗുകാരുടെ സീക്രട്ടുകളാണ്. ഇനിയിപ്പോൾ ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 50 ഗ്രാം അളവിലെ കാഷ്യൂസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നെയ്യിലേക്ക് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 25 ഗ്രാം അളവിലെ റേസിൻസും കഴുകിയതിലേക്ക് തന്നെ ചേർക്കണം. ഇനി ഇവ രണ്ടും നന്നായിട്ടൊന്നും മൂത്തും കൂടി കിട്ടണം. താളിപ്പൊക്കെ മുരിഞ്ഞു വരുന്ന മാത്രയിൽ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഇനി സ്റ്റൂ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ വളരെ സ്വാദേറിയതും നല്ല കൊഴുപ്പേറിയതുമായ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു ക്രിസ്മസ് നാളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.